ഏറ്റവും സ്നേഹാധരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓർമ്മിക്കുവാൻ ഒരുപാട് സന്തോഷവും അതിലേറെ ദുഃഖമുള്ള ഒരു വർഷമാണ് നമ്മിൽ നിന്നും കടന്നു പോകുന്നത്. 2025 നാം പ്രവേശിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സിൽ ഈ ഒരു വർഷം എന്ത് നേടി എന്നുള്ള ഒരു ആത്മവിചിന്തനമാണ് അനിവാര്യമായും നമുക്ക് വേണ്ടത്. വേണ്ടപ്പെട്ടവരുടെ വേർപാടുകളും വിരഹദുഃഖവും ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ബാക്കിയാക്കിക്കൊണ്ടായിരിക്കാം 2024 നമ്മിൽ നിന്നും വിട പറയുന്നത്. വയനാട് ദുരന്തവും ഗസയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതുപോലെ വിശ്വാസിയായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾക്കും നാം സാക്ഷ്യം വഹിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി. ഇതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയെ പഠിപ്പിക്കുകയാണ്. ദുനിയാവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്ന് ഇനി എത്ര വർഷം നമുക്ക് റബ്ബ് തആല ആയുസ്സു നൽകിയാലും, എത്ര വർഷം നാം ഈ ഭൂമുഖത്ത് ജീവിച്ചാലും ദുനിയാവുമായിട്ടുള്ള ഒരു ബന്ധത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദ് അതിലെ 23 ആയത്ത് മുതലുള്ള 4 വചനങ്ങൾ നമുക്ക് പാഠമാകണം. അത് ഏത് പുതുവർഷത്തിലായിരുന്നാലും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന ദുനിയാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ഈ ആയത്തുകളിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. യഅലമൂ, മനുഷ്യരെ നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹവും വസീനത്തുൻ, ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് കളിയും വിനോദവും സീനത്തുമാണ്, അലങ്കാരവുമാണ്. വതഫാഖുറും ബൈനകും വതകാഥുറും ഫിൽ അംവാലി വൽ ഔലാദ്, പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. കമസലിൽ ഗൈസ്, ഒരു മഴ പോലെയാണ്. റഹ്മാനായ റബ്ബിന്റെ ഒരു ഉദാഹരണം എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. ഈ ജീവിതമെന്ന് പറയുന്നത് കമസലിൽ ഗൈസ്, അതൊരു മഴ പോലെയാണ്. അഅജബൽ കുഫാര നബാതുഹു, ഇവിടെ കുഫാർ എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരാണ്. ആ മഴ മൂലമുണ്ടായ ചെടികൾ ആ കർഷകരെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്, അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ സുമ്മ യകൂനു ഹുതാമാ, പിന്നീട് ആ കൃഷികൾ ഉണങ്ങിപ്പോയി, പിന്നെ തുരുമ്പായി പോകുന്നതും പ്രവാചക നിനക്ക് കാണാം, മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവിലെ ജീവിതം മറ്റൊന്നുമല്ല. വഞ്ചിച്ചു കളയും നിങ്ങളെ. ഈ ദുനിയാവിലെ അലങ്കാരമാകുന്ന സമ്പത്ത്, സന്താനങ്ങൾ, മറ്റുള്ളതെല്ലാം വിശ്വാസികളെ നിങ്ങൾ ജാഗ്രതയോടുകൂടി കൈക്കൊള്ളണം, അല്ലെങ്കിൽ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയും. തൊട്ടടുത്ത ആയത്തിൽ വിശ്വാസികളെ ഉണർത്തിക്കൊണ്ടുള്ള വചനം ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും. സാബിഖൂ, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം. ഈ ദുനിയാവിലെ അലങ്കാരങ്ങൾ കണ്ടുകൊണ്ട്, നൈമിഷികതകൾ കണ്ടുകൊണ്ട്, ഈ സ്വത്തുക്കളും സന്താനങ്ങളും കണ്ടുകൊണ്ട് പരലോകത്തെ മറക്കരുത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തും മിൻ റബ്ബിക്കും, റഹ്മാനായ റബ്ബിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വലിപ്പമായ സ്വർഗത്തിലേക്കും നിങ്ങൾ
അടുക്കണം, അതിനു വേണ്ടിയുള്ള സുഹൃതങ്ങൾ ചെയ്യണം. അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നതാണ് ആ സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് സാന്ത്വനമരുളുകയാണ്. ഈ നൈമിഷികമായിട്ടുള്ള ജീവിതത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടും തഖ്വയോടുകൂടിയും ജീവിക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ നിങ്ങളെ പിടികൂടും. സ്വത്തുക്കളിലും സമ്പാദ്യങ്ങളിലും കച്ചവടത്തിലും മറ്റുള്ള ഇടപാടുകളിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോഴേക്കും പതറിപ്പോകരുത്. മാ അസ്വാബ മിൻ മുസീബത്തുൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. പതറിപ്പോകരുത് വിശ്വാസികളെ. കാരണം നിങ്ങളുടെ സ്വന്തം ദേഹത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ റഹ്മാനായ റബ്ബിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലാത്ത ഒരു മുസീബത്തും നിങ്ങളെ ബാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് വേണം വിശ്വാസികളുടെ നിലപാട്? നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ അതീവ ദുഃഖം രേഖപ്പെടുത്തണ്ട. ലഭിച്ച കാര്യത്തെ ഓർത്ത് എന്തെങ്കിലും നിഅമത്തുകൾ ലഭിച്ചതുകൊണ്ട് നിങ്ങൾ അമിതാഹ്ലാദം പ്രകടിപ്പിക്കണ്ട. എന്തുകൊണ്ട്? നിങ്ങൾക്കൊരു ഖൈർ ലഭിച്ചതായിരിക്കാം നിങ്ങളുടെ വീക്ഷണത്തിൽ, റബ്ബിന്റെ അടുക്കൽ അതൊരു ഷർറായിരിക്കും. നിങ്ങൾക്കൊരു നിഅമത്ത് ലഭിച്ചെന്ന് നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം, റബ്ബിന്റെ അടുക്കൽ ഷർറായിരിക്കും. എന്തുകൊണ്ട്? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ആത്യന്തികമായി നന്മയും തിന്മയും അറിയുന്നവൻ റഹ്മാനായ റബ്ബാണ്, നിങ്ങൾക്കറിയുകയില്ല. നമുക്കൊരു നന്മ വരുമ്പോഴേക്കും നാം പ്രതീക്ഷിക്കുകയാണ് റബ്ബ് നമ്മെ ആദരിച്ചതാണ്. ഒരു തിന്മ വരുമ്പോൾ നാം വിചാരിക്കുകയാണ് റബ്ബ് നമ്മെ പടുകുഴിയിൽ ചെന്ന് ചാടിച്ചതാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. കാരണം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന ഇപ്രകാരം നാം വായിക്കുകയാണ്. ഹൃദ്യസ്ഥമാണ് സൂറത്തുൻ നംല് 27-ാം അധ്യായം 40-ാമത്തെ വചനം. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. അതായിരിക്കണം വിശ്വാസികളെ ജീവിതത്തിന്റെ നിലപാട്. സന്തോഷം ലഭിക്കുമ്പോഴേക്കും അമിത ആഹ്ലാദമോ, പ്രയാസമുണ്ടാകുന്ന സമയത്ത് അമിതമായിട്ടുള്ള ദുഃഖമോ നമുക്ക് വേണ്ട. നമുക്കെന്തെങ്കിലും ഫദ്ല് വന്നാൽ അറിയുക സുലൈമാൻ നബിയുടെ പ്രാർത്ഥന എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അഷ്കുറു അം അക്ഫുർ. ഞാൻ നന്ദിയുള്ളവനായിക്കൊണ്ട് റബ്ബിങ്കലേക്ക് കൂടുതൽ അടുക്കുന്നുവോ അതോ സത്യനിഷേധിയായിക്കൊണ്ട് ദീനിന്റെ പരിസരത്ത് നിന്നും അകന്നു പോകുന്നുവോ എന്ന് പറയുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയാണ് നമുക്ക് ഈ റഹ്മത്ത് നൽകിയത്, ഈ ഫദ്ല് നൽകിയത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥനയിൽ കൂടി നാം വായിക്കുകയാണ്. വിശ്വാസികളെ, കാലചക്രത്തിന്റെ വേഗത എത്രമാത്രം വിദൂരതയിലാണ് എന്ന് നാം മനസ്സിലാക്കുക. അത് ശീഘ്രം മുന്നോട്ട് പോവുകയാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ടാണ് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയുന്നത് കാലം അതിവേഗം സഞ്ചരിക്കും. ലാ തഖൂമുസ്സാഅ. അതുവരെയും ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. പ്രവാചകന്റെ ഒരു ഉദാഹരണം നോക്കൂ. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് അരുൾ ചെയ്യുന്നതെന്ന് നാം ഓർക്കുക. ഫതകൂനു സനതു കശ്ശഹർ. ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം പോലെ അതിവേഗതയിലായിരിക്കും പോവുക. വശഹറു കൽ ജുമാഅത്തി. ഒരു മാസം എന്ന് പറയുന്നത് ഒരു ജുമാ പോലെ അത് ശീഘ്രം നമ്മിൽ നിന്നും കടന്നു പോകും. വതകൂനുൽ ജുമാഅത്തി കൽ യൗം. ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസം പോലെ നമ്മിൽ നിന്നും അകന്നു പോകും. വയകൂനുൽ യൗമ കസ്സാഅ. ഒരു ദിവസമാകട്ടെ ഒരു മണിക്കൂർ പോലെ. വതകൂനു സഅഅതു കല്ലറമത്തി ബിന്നാർ. ഒരു മണിക്കൂറാകട്ടെ തീജ്വാല കണക്കെ പെട്ടെന്ന് നമ്മിൽ നിന്നും അകന്നു പോകും. അങ്ങനെ ഒരു കാലം വരുന്നത് വരെയും ഈ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. വിശദീകരിക്കണ്ടല്ലോ വിശ്വാസികളെ, വിശ്വാസിനികളെ. നമ്മുടെ ജീവിതത്തിൽ 5 വർഷം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്.
കാലം എത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്നും അകന്നു പോകുന്നത്. നമ്മുടെ മുന്നിൽ നിന്നും വളരുന്ന നമ്മുടെ മക്കൾ, അവർ വളരുകയാണ്. വളർന്ന് പിതാവിനേക്കാളും വളർന്ന് വലുതാവുകയാണ്. അതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു മാസം ഒരു ദിവസത്തെ പോലെയും, ഒരാഴ്ച ഒരു മണിക്കൂറിനെ പോലെയും അതിശീഘ്രം മുന്നോട്ട് പോകും എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസിനികളെ നമുക്ക് ലഭിച്ച ആയുസ് അത് നന്മയുടെ അടയാളമായിരിക്കണം. ആരാണ് റസൂലെ? ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും അധമർ ആരാണ്? പ്രവാചകരോടുള്ള ചോദ്യമാണ് സ്വഹാബികൾ. അയ്യുന്നാസ് ഖൈർ യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഉത്തമർ ആരാണ്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു, ഒരാൾക്ക് ആയുസ് ദൈർഘ്യം ലഭിച്ചു, ആ ആയുസ് കൊണ്ട് അവന്റെ ജീവിതത്തിൽ നന്മകളെ അടയാളപ്പെടുത്തി, വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്തുകൾ കൊണ്ടും ജീവിതത്തെ ധന്യമാക്കിയ ഒരു ദൈർഘ്യം ലഭിച്ച, ആയുസ് ലഭിച്ച ഒരു മനുഷ്യൻ, അവനാണ് ഏറ്റവും മനുഷ്യരിൽ ഉത്കൃഷ്ടൻ. ആരാണ് അധമർ റസൂലേ? ഫഅയ്യുന്നാസി ശർറുൻ, പ്രവാചകരുടെ മറുപടി വന്നു, മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ഒരാൾക്ക് ആയുസ് ദൈർഘ്യം ലഭിക്കുകയും തിന്മ മുഴുവനും അവന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുക, അവനാണ് മനുഷ്യരിൽ അധമരിൽ അധമനെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, നമുക്ക് ആയുസ് റബ്ബിന്റെ വരദാനമാണ്. 40, 50, 60, 70. എന്നാൽ നമ്മിൽ നിന്നും അതിനൊരു അവസാനം ഉണ്ടാവുക റബ്ബിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അതുകൊണ്ട് ലഭിച്ച ആയുസ്സിൽ റഹ്മാനായ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക വിശ്വാസികളെ. അന്ധകാര നിർഭരമായ രാത്രി പോലെയുള്ള കുഴപ്പങ്ങൾ, ഫിത്തനകൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ സുഹൃതം ചെയ്തുകൊണ്ട് റബ്ബിങ്കലേക്ക് അടുക്കണേ എന്നുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി ഈ പുതുവർഷം പിറക്കുവാൻ വേണ്ടി പോകുന്ന കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ ഒരു തിരുവചനമായി നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അന്ധകാര നിർഭരമായ രാത്രിയെ പോലെയുള്ള ഫിത്നകൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് സുഹൃതം ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് അടുക്കണേ. പകലിൽ മുസ്ലിം ആകുന്നവൻ പ്രദോഷത്തിൽ അവൻ കാഫിറായി പോവുകയാണ്. ഒരു കാലഘട്ടം വരാനിരിക്കുകയാണ്. സൂക്ഷിക്കണം വിശ്വാസികളെ. പ്രഭാതത്തിൽ വിശ്വാസിയാകുന്നവൻ പ്രദോഷത്തിൽ കാഫിറായും മാറുകയാണ്. ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ ഖലീലായ നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ ദീനിനെ വിൽക്കുന്നവനാണ് എന്നും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സ്വഹീഹ് മുസ്ലിമിലെ 118 നമ്പർ ഹദീസാണ്. വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടുള്ള ഫിത്നയെ കുറിച്ചാണ് പ്രവാചകരുടെ മുന്നറിയിപ്പ് വഹയിന്റെ അടിസ്ഥാനത്തിൽ. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഇസ്തിഖാമത്തുണ്ടായിരിക്കണം, നിലപാടുണ്ടായിരിക്കണം. നാം കാണുന്നു കലാലയങ്ങളിൽ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ, സോഷ്യൽ മീഡിയകളിൽ കൂടി കറങ്ങുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മക്കൾ, വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും വിശ്വാസ തനിമ നഷ്ടപ്പെട്ടുകൊണ്ട്, ആദർശം ഗരിമ നഷ്ടപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ, മതത്തെ, ദീനിനെ, ദുനിയാവിനെ, അള്ളാഹുവിനെയും റസൂലിനെയും ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വളർന്നു വരുന്ന ഒരു സമൂഹമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകർ പറയുന്നത്, മുസ്ലിമായി പിറന്ന ആ വിശ്വാസി വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായി മാറുകയാണ്. ദുനിയാവിന്റെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചുറ്റുപാടും പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളിൽ കൂടി കിട്ടുന്ന മൂല്യവത്തല്ലാത്ത വിദ്യാഭ്യാസത്തിൽ അടിച്ചമർത്തപ്പെട്ടു കിടക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പണ്ഡിതന്മാർ, ബിരുദധാരികൾ കലാലയങ്ങളിൽ നിന്നും അറബിക് കോളേജുകളിൽ നിന്നും വർഷങ്ങളോളം റബ്ബിന്റെ ഖുർആനും സുന്നത്തും പഠിച്ചിറങ്ങിയവർ ഇതാ നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥ ഈ ഹദീസുമായി ബന്ധമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസികളെ, തനിമയാർന്ന ആദർശമായിരിക്കണം നമ്മുടെ ജീവിതാന്ത്യം വരെയും നാം നിലകൊണ്ട് ജീവിക്കേണ്ടത്. നബിയുടെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കുറച്ച് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ആ സമയങ്ങളിൽ കൃഷിയിലും കച്ചവടത്തിലുമൊക്കെ നല്ല അഭിവൃദ്ധി ലഭിച്ചുവെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. ഇസ്ലാം ആശ്ലേഷിച്ചവർ പറഞ്ഞു, എന്തൊരു ദീനാണ്, എന്തൊരു പ്രവാചകനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ലൊരു മനുഷ്യനാണ്, നല്ല മതമാണ് ഇസ്ലാം. കണ്ടില്ലേ, കച്ചവടത്തിലും അതുപോലെയുള്ള ജീവിതത്തിന്റെ പല വ്യവഹാരങ്ങളിലും ബർക്കത്ത് ലഭിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നതാണ് ഈ സംഭവം. കുറെ കാലം കഴിയുമ്പോഴേക്കും കച്ചവടത്തിൽ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു, കൃഷിയിൽ നഷ്ടമുണ്ടായി. പറയുവാൻ തുടങ്ങി ജനങ്ങൾ, എന്തൊരു ദീനാണ് ഇസ്ലാം, എന്ത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണോ ദീൻ? മുർത്തദ്ദായി പോയതായി ചരിത്രം പറയുകയാണ്. കൃഷിയിലും കച്ചവടത്തിലും അഭിവൃദ്ധി ലഭിച്ചപ്പോഴേക്കും നല്ല മതം, നല്ല പ്രവാചകൻ, നഷ്ടം വന്നപ്പോഴേക്കും പാട്ടിന് പോകുന്ന ചില മനുഷ്യരുടെ ചരിത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ടതാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിങ്ങൾ അവസരവാദികളാകരുത്, കൂടക്കൂടികളാകരുത്. ലാ തകൂനു ജിമ്മാതൻ, നിങ്ങൾ കൂടക്കൂടികളാകരുത്, അവസരവാദികളാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ലാ തഖൂലു ഇൻ അഹ്സനൻ നാസു അഹ്സന, ജനങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങളും നല്ലത് ചെയ്തു കൊള്ളാം. വൈൻ വലമു വലംനാൻ, ജനങ്ങൾ അക്രമികളായാൽ ഞങ്ങളും അക്രമികളായേക്കാം. ഇങ്ങോട്ടെങ്ങനെ അങ്ങോട്ട് അതുപോലെയും. അങ്ങനെ ഒരു നിലപാട് നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിൻ വഖിനു അൻഫുസകും, സ്വഹാബാക്കളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ പാകപ്പെടുത്തുക. ഇൻ അഹ്സനൻ നാസു അൻ തുഹ്സിനു വഇൻ നസാഉ ഫലാ തുദ്ലിമു, ജനങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങളും നല്ലത് ചെയ്യുക, ജനങ്ങൾ തെറ്റ് ആവർത്തിച്ചാൽ അതുപോലെ നിങ്ങളും ചെയ്യരുത്, നല്ലതുപോലെ അവരോട് പെരുമാറുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയക്കാരെക്കാളും കവച്ചു വയ്ക്കുന്ന മതസംഘടനകളുടെ പരിസരത്ത് നിന്നുകൊണ്ടാണ് നാം ഈ സംസാരം കേൾക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഒരുപക്ഷെ അധികാരത്തിൽ വരുന്നവരോട് സമയം കണ്ടതുപോലെ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് ജീവിതമാണ്. വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിന്റെ ഗരിമയാണ്. ആ ഒരു നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മർഹൂം അമാനി മൗലവി റഹ്മഹുല്ലാ തന്റെ ഇസ്ലാമിക ജീവിതത്തിൽ കൃത്യമായി വിശദീകരിക്കുകയാണ്, വിശ്വാസി അവസരവാദികളാകരുത്, തനിമയോടുകൂടി ജീവിക്കണം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും റബ്ബിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. 4 കാശിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ആദർശം പണയപ്പെടുത്തുന്നവർ ആകരുത് എന്ന് കൃത്യമായി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മർഹൂം അമാനി മൗലവി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ചില ജനങ്ങൾക്ക് വന്ന ആ ഒരു അവസരവാദം, നന്മകൾ ലഭിച്ചപ്പോഴേക്കും നല്ല ദീൻ, നല്ല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില കോട്ടങ്ങൾ വന്നപ്പോഴേക്കും എന്തൊരു മതമാണ്, മോശപ്പെട്ട മതം, മോശപ്പെട്ട പ്രവാചകൻ. അങ്ങനെ ഒരിക്കലും പറയുവാൻ വിശ്വാസികൾക്ക് പാടില്ല, വിശ്വാസികൾക്ക് പാടില്ല. കാരണം ഈ ദുനിയാവിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടവരാണ് നാം. എത്ര വർഷമാണ് ഈ ലോകത്ത് നാം ജീവിക്കുക? പിരിയേണ്ടവരാണ് നാം. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ബലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. വിശദീകരിക്കേണ്ട വിധമല്ല. വിശ്വാസികളെ കൃത്യമായ അന്വർത്ഥമായ വാക്കുകളാണ്. ഇതിന് വിശദീകരണം ആവശ്യമില്ല. കരത്തിലുള്ളതെല്ലാം ത്യജിച്ചുകൊണ്ടായിരിക്കണം മറ്റൊരു ലോകത്തേക്ക് നാം പോകേണ്ടത്. വിസമ്മതങ്ങളൊന്നും ഫലപ്പെടുകയില്ല. ശുദ്ധശൂന്യമായ കൈകളുമായ ഒരു തരിമ്പ് സ്വർണം പോലും ശരീരത്തിൽ ഇടാൻ അനുവദിക്കാതെയുള്ള ഒരു തിരിച്ചുപോക്കിന് നാം സാക്ഷ്യം വഹിക്കണം. വിശ്വാസികളെ, വിശ്വാസിനികളെ, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ അടുക്കൽ ഒരിക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, വിവേകശാലിയും ഏറ്റവും നല്ല ബുദ്ധിമാന്മാരും ആരാണ്? നമ്മുടെ വീക്ഷണത്തിൽ എന്തായിരിക്കും?
കലാലയങ്ങളിൽ നിന്നും ഉയർന്ന ഡിഗ്രികൾ വാങ്ങിക്കൊണ്ട് ഉന്നതമായ ജോലികൾ നേടിക്കൊണ്ട് ഉയർന്ന ശമ്പളം വാങ്ങുന്നവനായിരിക്കാം ഏറ്റവും വലിയ ബുദ്ധിശാലിയും വിവേകശാലിയും. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്നും അങ്ങനെയായിരിക്കാം മറുപടി ലഭിക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രവാചകരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അയ്യുൽ മുഅ്മിനീന അഖിയസ്. ആരാണ് റസൂലെ മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല വിവേകശാലിയും ബുദ്ധിശാലിയും? പ്രവാചകരുടെ മറുപടി: അക്സറുഹും ലിൽ മൗതി ദിക്റാ. മരണചിന്ത അധികമായിട്ട് ആർക്കുണ്ടോ അവനാണ് ഏറ്റവും വലിയ വിവേകശാലി. വഅഹ്സനുഹും ലിമാ ബഅദഹു ബിസ്തിഅദാദ. ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആരാണോ തയ്യാറെടുപ്പ് നടത്തുന്നവൻ അവനാകുന്നു ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഉലൈകൽ അഖിയാസ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഓരോ ഖുതുബയുടെയും തുടക്കത്തിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബമാർ വിശ്വാസികളെ ജാഗരൂകരാക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18ാമത്തെ ആയത്ത്: യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. വിശ്വാസികളെ, അല്ലാഹനെ സൂക്ഷിക്കണം. നാളേക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് ഒരുക്കി വച്ചിരിക്കുകയാണ്? എന്തൊരു മുന്നൊരുക്കമാണ് നിങ്ങളുടെ പാതയത്തിലുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് നാം ഓരോ ആഴ്ചകളും ഖതീബിൽ നിന്നും നാം കേട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശ്വാസികളെ, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. ജീവിതത്തിന്റെ ഒരു വർഷമാണ് നമ്മിൽ നിന്നും വിട പറയുവാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു നിശ്ചയിച്ച ഒരു ആയുസ്, ജീവിതത്തിന്റെ ഒരു വയസ്സ് നമുക്ക് കൊഴിഞ്ഞു പോവുകയാണ്. തിരിച്ചൊരു പോക്ക് നമുക്കില്ല സഹോദരങ്ങളെ. മരണത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് 2025 ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും നമ്മുടെ ജീവിതത്തെ നന്മകൾ കൊണ്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നവരാകണം വിശ്വാസികളെ. മരണത്തോടെ നമ്മുടെ ജീവിതം ഒന്നുമല്ലാത്ത ഒരവസ്ഥയായിരുന്നുവെങ്കിൽ ഈ ജീവിതം എത്ര റാഹത്താകുമായിരുന്നു എന്ന് ഒരു കവി പാടുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിതയായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വലൗ അന്നാ ഇദാ മുത്നാ തുർക്കിനാ ലകാനൽ മൗതു റാഹത കുല്ലി ഹജ്ജിൻ. ഈ ലോകത്തോടെ എല്ലാം വിട്ടേച്ചു പോയിരുന്നുവെങ്കിൽ ഈ ജീവിതം എത്ര റാഹത്താകുമായിരുന്നു. വലകിന്നാ ഇദാ മുത്നാ ബുഅ്തിനാ വനുസ്അലു ബഅദ അൻ കുല്ലി ഹജ്ജിൻ. അങ്ങനെയല്ലല്ലോ. ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. അവിടെ ഓരോന്നിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ചോദ്യമുണ്ട് എന്ന് വരുമ്പോൾ വിശ്വാസികളെ, നമ്മുടെ ജീവിതം കൊണ്ട് നാം റാഹത്താകുന്നില്ല. ഓരോ നിശ്വാസവും ഓരോ ഇടപെടലുകളും റബ്ബിന്റെ അടുക്കൽ കൃത്യമായി മറുപടി പറയണമെന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നുവെങ്കിൽ ജീവിതം എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക? നമ്മുടെ കേൾവിയും കാഴ്ചയും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം റബ്ബിന്റെ അടുക്കൽ കൃത്യമായിട്ടുള്ള ഉത്തരത്തിന് വിധേയമാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര ആരോഗ്യമുള്ളവരാണ് അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കീഴടങ്ങി പോകുന്നത് എന്ന് ഒരു കവി മറ്റൊരിക്കൽ ചോദിക്കുകയാണ്. ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്ര ആരോഗ്യവാന്മാരാണ് ഒരു കാരണവുമില്ലാതെ മരണത്തിന് വഴിപ്പെട്ടു പോകുന്നത്. എത്ര രോഗികളാണ് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ഡോക്ടർ പറയുന്ന ആയുസ് 1 വർഷമല്ലെങ്കിൽ 2 വർഷം ജീവിക്കുകയാണ് വീണ്ടും. അതാണ് കവി ചോദിക്കുന്നത്. എത്ര ആരോഗ്യമുള്ളവരാണ് ഒരു കാരണവുമില്ലാതെ മരിച്ചു പോകുന്നത്. ആരോഗ്യം നഷ്ടപ്പെട്ട, നാളെ മരിക്കും എന്നൊരു ആശുപത്രികൾ ഡോക്ടർമാർ വിധിയെഴുതുന്ന എത്രയോ രോഗികൾ കാലങ്ങളോളം ജീവിക്കുകയാണ്. ഇതൊന്നും അറിയാതെ യുവാക്കളെ, കളിച്ചും ചിരിച്ചും രമിച്ചും ജീവിക്കുന്ന യുവാക്കളെ വിളിച്ചുകൊണ്ട് കവി ചോദിക്കുകയാണ്. അറിയുന്നില്ല യുവാവേ, കളിച്ചും ചിരിച്ചും വൈകുന്നേരവും പ്രഭാതത്തിൽ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന യുവാവേ, നീ അറിയുന്നില്ല. അദൃശ്യമായ രീതിയിൽ നിനക്കറിയാത്ത തരത്തിൽ നിന്നെ പുതക്കുവാനുള്ള കഫൻ പുടവ ആരോ തുന്നിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കവി വാഴ്ത്തപ്പെടട്ടെ.
അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പായും സന്തോഷ വർത്തമാനങ്ങളുമായിട്ട് അറിയിച്ചുണ്ട് എങ്കിൽ ആയുസ്സിനെ കുറിച്ച് അള്ളാഹുവിന് മാത്രം അറിയാവുന്നതാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. ആ ആയുസ് എത്രയാണോ വിശ്വാസികളെ, ആ ആയുസ് മുഴുവനും പ്രവാചകർ പറഞ്ഞതുപോലെ ഒരു മഴ പോലെയാവുക. മസലു ഉമ്മത്തി മസലുൽ മതർ, എൻ്റെ ഉമ്മത്തിൻ്റെ സവിശേഷത അവർ മഴ പോലെയാണ്. വേഴാമ്പൽ കാത്തിരിക്കുകയാണ് ഒരിറ്റ് ദാഹത്തിന് വേണ്ടി, ഒരിറ്റ് ജലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. കാത്തിരിക്കുന്ന വേഴാമ്പലിന് ഒരു തുള്ളി വെള്ളം ഇട്ടുകൊടുക്കുമ്പോൾ എത്രമാത്രം ആശ്വാസമാകുമോ അതുപോലെയായിരിക്കണം വിശ്വാസികൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം പലവരും കേട്ടതാണ്. ആരാണ് ഇന്ന് നോമ്പുള്ളത്? ആരാണ് ഇന്ന് സ്വതക്ക കൊടുത്തത്? ആരാണ് മയ്യിത്തിന് അനുധാവനം ചെയ്തത്? ആരാണ് സുഹൃതങ്ങൾ ചെയ്തത്? റസൂലേ, ഞാനാണ് ഞാനാണ് ഞാനാണ്. അതായിരിക്കണം വിശ്വാസികളെ, വിശ്വാസികളുടെ സമ്പത്ത്. ജീവിതം മുഴുവനും നന്മകൾ കൊണ്ട് അടയാളപ്പെടുത്തണം. ജീവിതം അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന് കീഴടങ്ങിയതായിരിക്കണം. ഈജിപ്ഷ്യനായ ഒരു കവി അഹമ്മദ് ഷൗഖി എന്ന് പറയുന്ന ശ്രദ്ധേയനായ ഒരു കവി പാടുകയാണ്, ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു, ഹൃദയമിടിപ്പ് അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നൽ ഹയാത ദഖായികും വസവാനി, ജീവിതം മിനിറ്റുകളും സെക്കൻഡുമാണ് മനുഷ്യ. സ്വന്തം ഹൃദയമിടിപ്പ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്നൽ ഹയാത ദഖായികും വസവാനി, മനുഷ്യ നിന്റെ ജീവിതമുണ്ടല്ലോ വെറും സെക്കൻഡുകളാണ്, വെറും മിനിറ്റുകളാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ ഉയർത്തണം. അത് നീ തന്നെയാണ് ശ്രമിക്കേണ്ടത്. നിന്റെ മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ നിന്നെ കുറിച്ച് പറയണം മനുഷ്യ. ആ നല്ല ഓർമ്മകൾ രണ്ടാമതൊരു ജീവിതം നിനക്ക് നൽകുന്നു. ദുനിയാവിലേക്കുള്ള ഒരു വരവ് കൊണ്ടല്ല, നിന്റെ മരണത്തിന് ശേഷവും നീ ചെയ്ത ജീവിതത്തിലെ നന്മകൾ എടുത്തു പറയുന്ന മക്കൾ, ഭാര്യ, കുടുംബം, വേണ്ടപ്പെട്ടവർ, നാട്ടുകാർ. എൻ്റെ പിതാവ് പഠിപ്പിച്ചു തന്നതാണ് ഈ ധനശുദ്ധീകരണം. എൻ്റെ ഭർത്താവ് പഠിപ്പിച്ചു തന്നതാണ് ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. എൻ്റെ സ്നേഹിതൻ പറഞ്ഞു തന്നതാണ് ജീവിതത്തിൻ്റെ ഓരോന്ന് മിനിറ്റുകളും. സ്വാലിഹായ അമലുകൾ കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയവനാണ് എന്നിൽ നിന്നും വിട പറഞ്ഞു പോയത് എന്ന് കരയുന്നവരായിരിക്കണം നമ്മെ സ്നേഹിക്കുന്നവർ. ജീവിതത്തിൽ ഒരു താങ്ങും തണലുമാകണം വിശ്വാസികളെ മറ്റുള്ള സഹോദരങ്ങൾക്ക്. നാം കണ്ടു കഴിഞ്ഞ ദിവസം ലോകം അറിയപ്പെടുന്ന കേരളത്തിലെ മഹാ എഴുത്തുകാരൻ കഴിഞ്ഞ ദിവസം മരിച്ചു. വാർത്താമാധ്യമങ്ങളിലെല്ലാം ഒരു നടന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ആ മനുഷ്യന്റെ ഒരു ചിത്രം വല്ലാത്ത വൈറലാവുകയാണ്. എന്തേ? ആ എഴുത്തുകാരൻ്റെ മകൾ പറഞ്ഞു പോലും ആശ്വസിപ്പിക്കുവാനുള്ള ആ നെഞ്ചകമാണ്, സാന്ത്വനപ്പെടുത്തുന്ന നെഞ്ചേതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ആ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയത്. വല്ലാത്ത വാക്കാണ്, കണ്ടമിടറിപ്പോകുന്ന ആ വാക്കുകൾ. വിശ്വാസികളെ, നാം നമ്മുടെ ജീവിതത്തെ അങ്ങനെ അടയാളപ്പെടുത്തണം. സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ, ആശ്വാസപ്പെടുത്തുന്ന നെഞ്ചകം, മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന ഇടപെടലുകളായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് നാം അടയാളപ്പെടുത്തേണ്ടത്. മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുമല്ലോ. അലിയാ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും മകൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി, അലി ഇബ്നു അബീ ത്വാലിബിന്റെ പേരമകൻ. ജീവിതത്തിൽ ആരും കാണാതെ രാത്രികളിലാകുമ്പോൾ തൻ്റെ ഷോൾഡറിൽ അരിയും മറ്റുള്ള വിഭവങ്ങളുമെല്ലാം ഏറ്റുകൊണ്ട് പാവപ്പെട്ടവരുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വയ്ക്കും. ഒരു ദിവസമാകുമ്പോഴേക്കും അടുപ്പുകൾ കത്തുന്നില്ല, പാവങ്ങൾ പട്ടിണിയിലാവുകയാണ്. ആരാണ് ഈ രാത്രികളിൽ വിഭവങ്ങൾ വീടിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് എന്ന് പോലും അറിയാതെയായിരുന്നു ആ പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ അവരുടെ വീടുകൾ അന്നമൂട്ടിയിരുന്നത്. ലോകം അറിഞ്ഞത് അലി ഇബ്നു ഹുസൈന്റെ മരണത്തിന് ശേഷമാണ്. കാരണം ആ വീടുകൾ പട്ടിണിയിലാവുകയാണ്, ആ അടുക്കളകളിൽ പുകയുന്നില്ല. അപ്പോൾ മനസ്സിലായി ജീവിതത്തിൽ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടയാളമായിരുന്നു ആ രാത്രി സമയങ്ങളിൽ ആ വീടുകളുടെ മുന്നിൽ വച്ചുകൊണ്ടിരുന്ന ആ വിഭവങ്ങൾ,
അതായിരിക്കണം വിശ്വാസികളെ നമ്മുടെ ജീവിതം. മഴ പോലെയാകണം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്ന ആ ജീവിതമായിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ കൂടി പറഞ്ഞുവല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, നിശ്ചയമായും മരിച്ചവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവർ മുൻ ചെയ്ത വച്ചതും അവരുടെ അടയാളങ്ങളും നാം റെക്കോർഡാക്കി വയ്ക്കുമെന്നാണ്. വനക്തുബു, നാം എഴുതി രേഖപ്പെടുത്തും. മാ ഖദ്ദമൂ വആസാറഹും, അവരുടെ അടയാളങ്ങളും അവരുടെ മുൻ ചെയ്ത പ്രവർത്തനങ്ങളും. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ നിറഞ്ഞ ഒരു ബുക്ക്, ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഒരു കർമ്മം, അത് ഇട്ടേച്ചുകൊണ്ടാണ് നാം മരണപ്പെട്ടു പോകുന്നുവെങ്കിൽ ആ നന്മ കൊണ്ട് ആർക്കൊക്കെ ഉപകാരപ്പെടുമോ ആ ഉപകാരം നമ്മുടെ ഖബറിൽ എത്തിക്കൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. ജീവിതത്തിൽ അതാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. നന്മയുള്ള ഒരു പുസ്തകമെങ്കിലും നമ്മുടെ ജീവിതത്തിന് ശേഷം ദുനിയാവിൽ ബാക്കി ഉണ്ടാകുന്നുവെങ്കിൽ ആ പുസ്തകത്തിൽ കൂടി കിട്ടുന്ന നന്മകളുടെ അറിവുകളുടെ നന്മകൾ, അതിൻ്റെ പ്രതിഫലം പോലും ആ ബുക്ക് ഈ ദുനിയാവിൽ ആര് വിട്ടേച്ചു പോയോ ആ ഖബറിൽ അല്ലാഹു തആല അവന്റെ വരദാനമായി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരിക്കണം നമ്മുടെ ജീവിതം വിശ്വാസികളെ. 2025 ആയാലും ഇനിയുള്ള വർഷങ്ങളായാലും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്സിൽ നന്മകളുടെ അടയാളങ്ങളായിരിക്കണം. അല്ലാഹു തആല ഒരു മരത്തെ വിശേഷിപ്പിക്കുകയാണ്. നല്ല ഒരു വചനം എന്താണെന്ന് അറിയുമോ? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. നല്ല ഒരു വചനത്തിന് ഉപമ നല്ല ഒരു മരമാണ്. അസ്ലുഹാ സാബിതും വഫറുഹാ ഫിസ്സമാ, അതിന്റെ മുരട് ഉറച്ചു നിൽക്കും. എത്ര കാറ്റും കോളും പ്രതികൂല കാലാവസ്ഥകളും വന്നാലും ശക്തിയായി ആ മുരട് ആ മരത്തെ പിടിച്ചു നിർത്തുമെന്നാണ്. ശാഖകൾ ആകാശത്തേക്ക് പടർന്ന് പന്തലിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് അതിന്റെ കായികനികൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഏത് കാലത്തും ഏത് പ്രതിസന്ധിയിലും, ജീവിതത്തിൽ സന്തുഷ്ടമായ ജീവിതമാകട്ടെ മറ്റുള്ള പ്രയാസമുള്ള ജീവിതമാകട്ടെ, നമ്മെ കൊണ്ട് കഴിയുന്ന നന്മകൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുക. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 44-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, 44-ാം അധ്യായം സൂറത്തുൽ ദുഖാൻ, അതിലെ 25 മുതലുള്ള ആയത്തുകൾ വിശ്വാസികളെ, പുതിയ ഒരു വർഷത്തിലേക്ക് കയറുവാൻ പോകുന്ന നമുക്ക് ഒരു സന്ദേശമാകട്ടെ. എത്രയെത്ര കൊട്ടാരങ്ങൾ പിടിച്ചടക്കിയവനാണ്, എത്രയെത്ര മനുഷ്യനെയാണ് അകാരണമായി കൊന്നുകളഞ്ഞത്. തോട്ടങ്ങളും അരുവികളുമെല്ലാം പിടിച്ചു വച്ചു അവൻ. അവന്റെ വിയോഗത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഒരു പരാമർശം നോക്കൂ. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വസുറൂഉൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, എത്രയെത്ര കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളും സന്തോഷത്തോടെ അനുഭവിച്ചിരുന്ന സൗധങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, ഇതെല്ലാം മറ്റുള്ള ജനങ്ങൾക്ക് അല്ലാഹു തആല അവകാശപ്പെടുത്തി കൊടുത്തു. ഒന്നും അവന് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചില്ല. എല്ലാം കടപുഴകി വീഴുകയും മറ്റുള്ളതെല്ലാം മറ്റുള്ള മനുഷ്യർക്ക് റഹ്മാനായ റബ്ബ് അവകാശമാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് റഹ്മാനായ റബ്ബിന്റെ ഒരു പരാമർശം നോക്കൂ. ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർള്, അവന് വേണ്ടി ആകാശഭൂമികൾ കരഞ്ഞില്ല. എന്തെല്ലാം കൊട്ടാരങ്ങളാണ് അവൻ നിർമ്മിച്ചത്, എന്തെല്ലാം അക്രമങ്ങളാണ് ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത്. അവന്റെ വിയോഗത്തെ ഓർത്തുകൊണ്ട് ഒരു ആകാശവും ഭൂമിയും കരഞ്ഞില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. അത് സുഹത്തെന്നോ അല്ലെന്നോ ചർച്ച പിന്നീട്, ഏതായാലും സ്വഹീഹായ ഒരു ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന ഒരു നബിവചനം കൊണ്ടുവരികയാണ്. വിശ്വാസികളുടെ മരണത്തിന്റെ മേൽ 40 ദിവസം ഭൂമി കരയുമെന്നാണ്. ഏത് വിശ്വാസി? അല്ലാഹുവിനെ ധിക്കരിക്കാത്ത, പ്രവാചകരെ അനുസരിച്ച് ജീവിച്ച ഒരു വിശ്വാസിയുടെ മരണത്തിൽ 40 ദിവസം ഭൂമി കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതം അങ്ങനെയുള്ള ഒരു അടയാളപ്പെടുത്തലായിരിക്കണം, നന്മകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വിദ്യാർത്ഥികളെ, മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകകളായിരിക്കണം പരിശുദ്ധ ദീനിൻ്റെ ഓരോ ആധാറുകളും. മാതാപിതാക്കൾ വല്ലാതെ വ്യാകുലപ്പെടുകയാണ് നമ്മുടെ ഇന്നത്തെ മക്കളെ ഓർത്തുകൊണ്ട്. വാർത്താമാധ്യമങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളിൽ പോയിക്കൊണ്ട് ജീവിതത്തെ അന്വർത്ഥമാക്കുവാൻ വേണ്ടി മാതാപിതാക്കളെ നിങ്ങളെ വിടുകയാണ്. ഓർക്കണം, സദാസമയവും റബ്ബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബ് എന്നുള്ള ആ ഒരു ബോധം മക്കളെ നിങ്ങൾക്കുണ്ടാകണം, പറയുന്ന രക്ഷിതാക്കൾക്കും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ നല്ല ഉയർന്ന ശമ്പളത്തിൽ ഒരു മകൻ ആദ്യത്തെ ശമ്പളം ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ആ മകൻ ഉമ്മയോട് പറഞ്ഞു, മോനെ, എന്തേ പിതാവിനോട് കൊടുത്തുകൂടെ, വാപ്പയുടെ കയ്യിൽ കൊടുത്തുകൂടെ, എന്ത് നിനക്ക് സ്നേഹമില്ലേ പിതാവിനോടെന്ന് പറയുമ്പോൾ ആ മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, ഉമ്മ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ എൻ്റെ ആവശ്യത്തിനും അല്ലാതെയും സാമ്പത്തിക സഹായം ഞാൻ സ്വീകരിച്ചത്. അപ്പോഴെല്ലാം എൻ്റെ പിതാവിൻ്റെ കൈകളായിരുന്നു മുകളിൽ. ഒരു മകൻ എന്നുള്ള നിലയിൽ വാങ്ങുമ്പോൾ ആ കൈകൾ എപ്പോഴും താഴ്ന്നിരിക്കും. ഈ ശമ്പളം വാങ്ങിയ ആദ്യത്തെ ശമ്പളം എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എൻ്റെ പിതാവിനെക്കാളും ഉയരെ എൻ്റെ കൈകൾ വരരുതുമ്മ. കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു മകൻ്റെ വിസ്മയ കഥ നാം കേട്ടതാണ്, പലരും അറിഞ്ഞതാണ്. അതായിരിക്കണം മക്കളെ, പിതാവിനെ, മാതാവിനെ നിങ്ങളുടെ സ്വർഗവും നരകവുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കളെ മറക്കരുത്. അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ നിങ്ങൾ അവഗണിച്ചു പോകരുത്. എപ്പോഴും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റഹ്മാനായ റബ്ബേ, ചെറുപ്പത്തിൽ കാരുണ്യം ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കൾ, നീ അവർക്കും കരുണ ചെയ്യണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബിൻ്റെ ഖജനാവിലേക്ക് ചെന്നെത്തും. വിശ്വാസികളെ, അർശിലേക്ക് ചെന്നെത്തും. അതുകൊണ്ട് പ്രാർത്ഥന വേണം മക്കളെ നിങ്ങളുടെ അധരങ്ങളിൽ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിച്ചിരിക്കുന്ന ആ മക്കൾ മരണത്തിന് ശേഷവും ഉപകാരപ്പെടും. നാളെ പരലോകത്ത് ചില മക്കൾ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പറയും, അല്ലാ, എൻ്റെ മാതാപിതാക്കളെയും കൊണ്ടുവരണം, അവർക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യുന്നു നിന്നോട്, ഈ റെക്കമെൻഡ് സ്വീകരിക്കണം അല്ലാ എന്ന് പറയുന്ന ആ മക്കളാക്കി വിശ്വാസികളെ, നമ്മുടെ മക്കളെ വളർത്തണം. അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അത്തരം മക്കളായി വളരുവാൻ, അത്തരം മാതാപിതാക്കളായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളോടൊപ്പം പ്രവർത്തനങ്ങളും വേണം. റഹ്മാനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.